നിന്റെ ചേച്ചി ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേടാ? ആർക്കറിയാം. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും മോനേട്ടോ. വേഗം താ, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ. റെഡിയാ. ഒരു ഷർട്ട് വെക്കാൻ ഇത്രയും ടൈം? ഒരു 2 മിനിറ്റ് ഇപ്പൊ തരാം. നിങ്ങൾ എന്റെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിലുള്ള കാര്യം മറച്ചു വെച്ചല്ലേ? ഞാനിപ്പോ ചെയ്തു. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞതാ. അതിനിപ്പോ വലിയ പുതുമയൊന്നുമില്ലല്ലോ. നിങ്ങൾ കേക്ക്. അത് നീ തേക്ക്. ഞാൻ തേച്ചോണ്ടിരിക്കുവല്ലേ, പറയുന്ന അങ്ങോട്ട് കേക്ക്. എന്നാ പറ. എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തതൊക്കെയാണ് സ്വപ്നം കണ്ടത്. പക്ഷെ മോനേട്ടൻ എന്നെ പറ്റിച്ചു. പോസ്റ്റ്മാൻ അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് വന്നപ്പോ അത് വാങ്ങി വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലേ. പിന്നെ സർപ്രൈസ് ആയിട്ട് അതെനിക്ക് തന്ന്. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അതെ, വല്ലാത്തൊരു ഫീലായിരുന്നു. ജോലി കിട്ടിയിട്ട് വേണം എനിക്കിവിടെ ഒരു സർവൻറ്റിനെ വെക്കാൻ. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളൂ. മോനേട്ടൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അതെന്താന്ന് ചോദിക്കേ. എന്താ? വേറെ ഏതെങ്കിലും കെട്ടിയന്മാരായിരുന്നെങ്കിൽ എന്നെ ഇത്രയും എക്സാം എഴുതാൻ കൊണ്ടുപോകായിരുന്നോ? 1-2 എണ്ണം എഴുതിയിട്ട് കിട്ടാതിരുന്നപ്പോഴേ പറഞ്ഞ് മനസ്സ് മടുപ്പിച്ചേനെ. പക്ഷെ മോനേട്ടൻ ഫുൾ സപ്പോർട്ടല്ലേ. അപ്പൊ പിന്നെ ആ സ്നേഹം ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോനേട്ടൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളൂ. ഒന്ന് വേഗം തേച്ച് തരാം എന്റെ ആവണിയെ. അത് ശരി. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനൊന്നും നിങ്ങക്ക് മറുപടി ഇല്ലേ? നീ സ്നേഹിച്ചോ മോനേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങളെ മതി തേച്ചത്. ഇത് കഴിഞ്ഞില്ല. കഴിഞ്ഞ മതി. കുറെ നേരം ഇവിടെ കുറെ നേരമല്ല താൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. താൻ എന്താ വെച്ചാൽ കാര്യം പറ. ഇവിടെ ഇതിന് താൻ എന്തെങ്കിലും ഒന്ന് പറയടോ, എന്നാലല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? വേണ്ട വേണ്ട, ഒന്നും ചോദിക്കണ്ട. തൻ്റെ പെണ്ണുമ്പിള്ള ഇന്നലെ തൻ്റെ അമ്മയ്ക്കിട്ട് നല്ല പൂശി പൂശിയിട്ടുണ്ട് അല്ലേ? എടാ ചെന്ന് തനിക്കും കിട്ടിയില്ല 2 ഇതല്ലേ താൻ പറയാൻ വന്നേ? അതൊന്നും അല്ല. പിന്നെന്താ കാര്യം? നമ്മുടെ ഭാര്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ടാവും. എന്നാൽ അത് നടക്കാതിരിക്കാനുള്ള കാരണവും നമ്മളാവും. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ, എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. അതായത് ഇപ്പം വക്കീലിന്റെ ഭാര്യ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട്, ഒരു ജീവിതാഭിലാഷമുണ്ട്. അപ്പം അതിനു വേണ്ടി പ്രയത്നിക്കുക, 24 മണിക്കൂറും അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കുക. എന്നാൽ വക്കീൽ ഫുൾ സപ്പോർട്ടുമാണ്, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ ഒരു സംഭവം, ആ ഒരു ആഗ്രഹമില്ലേ, അത് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ആ ഭാര്യയുടെ ആ നടക്കാത്തതിൻ്റെ കാരണം വക്കീലായി മാറുന്നു. ഇതിപ്പോ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വേറെ ഏതെങ്കിലും ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ ഡിവോഴ്സ് എപ്പ ചോദിച്ചു എന്ന് കേട്ടാ മതി. ഡിവോഴ്സാ? പിന്നല്ലാതെ. അല്ല മോന, ഈ സാഹചര്യവും താനീ ടെൻഷൻ അടിച്ചതും തമ്മിൽ ഇപ്പം എന്താ ബന്ധം? അത് ഈ സാഹചര്യം എന്ന് പറയുമ്പോൾ വക്കീലിൻ്റെ ഭാര്യനെ അറിയാലോ. അറിയാം. അവള് PSC ടെസ്റ്റിനും കാര്യങ്ങളിലൊക്കെ പോണ കാര്യേ. അത് താനല്ലേ ടെസ്റ്റിനും ഇന്റർവ്യൂവിനും എല്ലാം കൊണ്ടു നടക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവനക്ക് ജോലി കിട്ടാത്തതിനുള്ള കാരണം ഞാനാണ്. എങ്ങനെ? അത് കിട്ടാത്തതിന്റെ കാരണേ താനോ? അവൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററും സെലക്ഷൻ നമുക്ക് കിട്ടിയതാ. എന്നിട്ട് അത് ഞാനായിട്ട് അങ്ങ് പുഴുത്തി. ഇതൊക്കെ തന്റെ ഭാര്യക്ക് അറിയോ? പക്ഷെ ഇപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാനില്ലേ, അയാള് സ്ഥലം മാറിപ്പോയതാ. തിരിച്ച് സ്ഥലം മാറി ഇവിടെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് പഴയ ലെറ്റർ കൊണ്ടുവന്ന പോസ്റ്റ്മാനാ? അത് തന്നെ. അയാളെന്റെ മുമ്പിൽ വന്നിട്ട് ഉള്ള കഥകളൊക്കെ മൊത്തം പറഞ്ഞു. എന്നിട്ട് ആവണി പോസ്റ്റ്മാനെ കണ്ടോ? കണ്ടിരുന്നില്ല അങ്ങനെ. പക്ഷെ ഒരു മിന്നായം പോലെ കണ്ട്.
എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു അത് പഴയ പോസ്റ്റ്മാനിലെ പേരൊക്കെ എടുത്ത് വെച്ചേക്കണം, ഏതോ മന്മഥനാ മദനനാ അങ്ങനെ എന്തോ പേര്. ഓ, ഒരു കണക്കിനാണ് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. മോഹനാ, താനൊരു ഭീകരൻ തന്നെ കേട്ടോ. എടോ, താനല്ലേടോ പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ ജീവിതാഭിലാഷമാണ്, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എന്നിട്ടിപ്പോൾ താൻ തന്നെ ഇത് ചെയ്തപ്പോൾ ഇപ്പോഴാടോ താനൊരാണായത്. കൊടുകൈ പക്ഷേ ഇതാവണി അറിയുന്ന ദിവസം തൻ്റെ കാര്യം പോക്കാടൂ. ഒന്ന് പോക്കില്ലേ ഈ വെറുതെ മനുഷ്യനെ. തൻ്റെ ഭാര്യയ്ക്ക് കരാട്ടെ അറിയാമെന്നൊക്കെ അല്ലേ പറഞ്ഞേ? അടി തടുക്കാനുള്ള വല്ല വിദ്യ കൊണ്ട് പഠിച്ചു വെച്ചോ, നല്ലതാ. എൻ്റെ പൊന്ന് വക്കീലെ, മനുഷ്യനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങോട്ട് വന്ന് ഇത് ചോദിക്കണം. വല്ല പരിഹാരം ഉണ്ടെങ്കിൽ പറയ്, അല്ലാണ്ട്. പരിഹാരമൊക്കെ ഉണ്ട്. ആ, തൻ്റെ ഭാര്യ ആ പോസ്റ്റ്മാനെ കാണരുത്. ഇനി ആ പോസ്റ്റ്മാനെ തൻ്റെ ഭാര്യ കാണുന്ന ദിവസം തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും. ഇതെങ്ങാനും ആവണി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകും എന്നെ. പിന്നെ സംശയം ഉണ്ടോ? ഇട്ടിട്ട് പോകും. അതുപോലത്തെ പണിയല്ലേ താൻ ചെയ്തു വെച്ചിരിക്കുന്നത്. വക്കീലെ, നമുക്കൊന്ന് ചെറുതൊരെണ്ണം അടിച്ചാലോ? ഞാൻ അടി നിർത്തിയിരിക്കോളൂ. ആ, നിങ്ങളല്ലേ പറഞ്ഞത് കമ്പനിക്കൊക്കെ ഇരിക്കാന്ന്. ചുമ്മാ വാ, ബാറിലൊന്നിരി. കമ്പനിക്കിരിക്കാം, പക്ഷേ എന്താണെന്നറിയോ, ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് പഥ്യത്തില്ല, അതുകൊണ്ട് കഴിപ്പില്ല. വേണേൽ കമ്പനിക്ക് വരാം. എന്നാ വാ.